ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറെ പേര് ഡൗട്ട് ചോദിച്ച് ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പലരും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് LBSൽ ഇംപ്രൂവ്മെന്റ് മാർക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് LBS രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ഡേറ്റ് വരികയും നമ്മൾ എക്സാം എഴുതിയതിന് ശേഷമുള്ള റിസൾട്ട് വരികയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇംപ്രൂവ്മെന്റ് മാർക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്നാൽ LBSന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇംപ്രൂവ്മെന്റിന്റെ എക്സാം വരികയും റിസൾട്ട് ഒത്തിരി ലേറ്റ് ആവുകയും ആ സമയം കൊണ്ട് LBSൽ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ഡോക്യുമെന്റ്സും നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് അനുസരിച്ച് റാങ്ക് വരികയും അലോട്ട്മെന്റ് ഒക്കെ കഴിയുകയും ചെയ്തതിന് ശേഷമാണ് ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ റിസൾട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് മാർക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം നടന്നത് ഇതാണ്. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റോ സെക്കൻഡ് അലോട്ട്മെന്റോ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതിയ കുട്ടികളുടെ റിസൾട്ട് വന്നത്. ആ സമയത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്തത് എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. കാരണം റാങ്ക് വന്നു, ട്രയൽ അലോട്ട്മെന്റ് വന്നു, ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ എങ്ങനെയാണോ ടൈം ബേസ് ചെയ്ത് ഇംപ്രൂവ്മെന്റിന്റെ റിസൾട്ട് വരുന്നത് അതനുസരിച്ച് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ LBSൽ ഈ വർഷം ഇംപ്രൂവ്മെന്റ് മാർക്ക് ആഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. കഴിഞ്ഞ വർഷം ഇതിനെതിരെ കുട്ടികൾ അപ്പീൽ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അതായത് ഓൾറെഡി അവർക്ക് ഉണ്ടായിരുന്ന മാർക്ക് വെച്ചിട്ട് റാങ്ക് വന്നത് കൊണ്ട് തന്നെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഓക്കെ, താങ്ക് യു.